ഞാൻ ഷാജഹാൻ. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിലെ ഏക സന്തോഷം എന്ന് പറയുന്നത് ഈ അമ്പലത്തിലെ ഉത്സവമാണ്. ഇന്നിവിടെ ഉത്സവമാണ്. ഉമ്മ, ഇതിപ്പോ 25 ആ എന്നാലേ നീ അത് കൊണ്ടേ കൊടുക്ക്. ഉമ്മ, ഞാൻ ഇത് കൊടുത്തിട്ട് വരാം. മോനെ, നീ ആ വെടിക്കെട്ട് നടക്കുന്ന സ്ഥലത്തേക്കൊന്നും പോകരുത് കേട്ടോ. ഇല്ലമ്മ, ഞാൻ നോക്കിക്കോളാം. ദർശനം ദർശനം പുണ്യദർശനം. ശരത്കാല സന്ധ്യ കുളിർത്തൂടി നിന്നു. ശരത്കാല സന്ധ്യ കുളിർത്തൂടി. ഉമ്മ, ഞാൻ പോണ്ടാ. ശരി മോനെ, വേഗം ആട്ടെ, വേഗം പോ, സമയം പോയി. വേഗം ചെയ്യ. ഇവനെ കാണില്ലല്ലോടാ, കുറെ നേരമല്ല. ആ ദേവനുണ്ട്. എന്താടാ ഇത്, കുറെ നേരമല്ല അങ്ങ് നോക്കിക്കാൻ തുടങ്ങിയിട്ട്. ഉറങ്ങിപ്പോയടാ. ഇന്നലെ അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞ് വന്നപ്പോ സമയം വഴിപ്പോയി. എങ്ങനെയുണ്ടായിരുന്നു എന്റെ കപ്പലണ്ടി കച്ചവടമൊക്കെ അവിടെ? തരക്കേരുണ്ടായില്ല. പതിവിലും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. ഇനി അടുത്ത കൊല്ലം ആവണം.
ആ അമ്പലത്തിന് ചുറ്റും വിളക്കൊക്കെ കത്തിക്കണാണ് എന്ത് രസമെന്നറിയോ? അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനം. പള്ളിയിലേക്ക് വന്നാലും കിട്ടും ഈ സമാധാനം. അതെങ്ങനെ? ഇവന് പള്ളി അലർജി അല്ലേ? അല്ല, അതിന് നിന്നെ കാണാറില്ലല്ലോ പള്ളിയിലേക്കൊന്നും. ഇതാണ് നിന്റേതും കൂടെ ഞാൻ വരാത്തത്. ഒരുത്തന് പള്ളി, ഒരുത്തന് അമ്പലം. ശേ, ഞാൻ പോണു. നോക്കി അതിന് വേണോ? നമുക്ക് പോയി നോക്കാടാ, വാ. ശ്ശേ, എടാ വേണോ? കഴിക്കാൻ എടാ അയാളുടെ ഓടങ്ങാനും പൊട്ടിയാലേ. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. വേണ്ട, അയാളുടെ ഓട് പൊട്ടിയട്ടാ. അയാൾ വരണണ്ടാ. ഓടിക്കോ, ഓടിക്കോ. എടാ തിരിഞ്ഞു നോക്കാണ്ട് ഓടിക്കോ. എന്റെ കുടുംബത്തിൽ വന്ന് കല്ലറിയാതെ നിന്റെ കുടുംബത്തിൽ പോയി അറിയണം. ഇനി ഇങ്ങോട്ട് വാടാ, കാണിച്ചു തരണം നിന്നെയൊക്കെ. ഒരു പാട്ട് പാടാ. ടീച്ചർ ഇപ്പൊ ഒരു പാട്ട് പാടട്ടെ? പാടാ. തുടങ്ങിയാരാ? ഒരു മലർത്തോപ്പിലെ മലരുകൾ തൂകിടും മധുകണമാകവേ നിറഞ്ഞു നിൽപ്പു എന്നിലിന്നിതാ. ഒരു മലർത്തോപ്പിലെ മലരുകൾ തൂകിടും മധുകണമാകവേ നിറഞ്ഞു നിൽപ്പു എന്നിലിന്നിതാ. അഴകിഴും വേദിയിൽ അതിലൊരു ഗാനമായി പ്രിയതരമായി ഞാനുമേ. അഴകിഴും വേദിയിൽ അതിലൊരു ഗാനമായി പ്രിയതരമായി ഞാനുമേ. ഒരു മലർത്തോപ്പിലെ മലരുകൾ തൂകിടും മധുകണമാകവേ നിറഞ്ഞു നിൽപ്പു എന്നിലിന്നിതാ. മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്. സിറ്റ് ഡൗൺ. നല്ല രസത്തിൽ പാടി വന്നിരുന്നു. അപ്പോഴേക്കും ടീച്ചർ വന്നു. എത്രയൊക്കെ പനി വന്ന് ഈ ടീച്ചർക്കാണെങ്കിൽ അതും വന്നില്ലേ? ഷാജഹാൻ, ഇവിടെ വരൂ. അയ്യോ, പാടോ പണി ഇങ്ങോട്ട്. പാളിയാ. ഇതെന്താണ്? എന്താ ഇത്? ഇത് മുട്ടയല്ലേ? സൈലൻസ്. വരാൻ കണ്ട സമയം. എന്താണ് അവിടെ നിൽക്കണേ? ടീച്ചർ പറഞ്ഞു പുറത്ത് നിൽക്കാൻ. എന്തിനാണാവോ സാറിനെ പുറത്ത് നിർത്തിയത്? അറിയില്ല സാർ. എന്തിനാ ടീച്ചറെ അവനെ പുറത്താക്കിയത്? പഠിക്കാൻ വരുന്നല്ല ഇവനൊന്നും. ചോദ്യം ചോദിച്ചപ്പോഴേ വൃത്തികേടാ പറഞ്ഞു. വൃത്തികേടാ? മുട്ട എന്ന് പറഞ്ഞ വൃത്തികേടാണ് സാറേ. എന്താ ടീച്ചറെ പ്രശ്നം? സാറേ, ഞാൻ ബോർഡിലൊരു പൂജ്യം വരച്ചു. ആ, അതെന്താന്ന് ചോദിച്ചപ്പോഴേ ഇവൻ ഇങ്ങനെയാ പറയണേ. അത് ശരി. പൂജ്യത്തിന് എന്തിനാടാ മുട്ടാന്ന് പറഞ്ഞത്? സാറേ പൂജ്യമല്ല, വാ ഞാൻ കാണിച്ചു തരാം. സാറേ അത് കണ്ട, അത് പൂജ്യമാണ്. അതിലൊരു മുട്ടയുടെ ഷേപ്പില്ലേ? ഈ മുട്ടായിരുന്നല്ലേ? സമാധാനമായി. അല്ലെങ്കിൽ പൂജ്യം പഠിപ്പിക്കുന്നത് കണക്ക് മാഷല്ലേ സാറേ? സയൻസ് ടീച്ചർ പൂജ്യം പഠിപ്പിക്കുമോ? അവൻ പറഞ്ഞ ശരിയല്ലേ? ടീച്ചർക്ക് വേറൊന്നും പറക്കാണ്ടായില്ലേ? പോടാ, നീ കൂടുതൽ പഠിക്കടാ. പോടാ. ടീച്ചറിന് പഠിപ്പിക്കാൻ നോക്ക്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ നോക്കിയൊക്കെ വരട്ടെ. മണി 10 ഇനി വാപ വരെയൊന്നുമില്ല. ഉമ്മാക്ക് പോയി കിടന്നൂടെ? മോൻ പോയി കിടന്നു. കുറച്ചു നേരം കൂടി നോക്കാം. ഇനി അതിന്റെ പേരിൽ ഒരു ബഹളം വേണ്ട.
മാനത്തെ അമ്പിളിയും താരകവും ഒത്തുചേർന്നു പൂത്തുലഞ്ഞ പൂമരം പോലെ കാർമേഘം വന്നുകൂടി കരിപുരണ്ട പോലെയായി കലിതുള്ളും മാനമിതാണേ ഇടിമിന്നൽ ഘോഷമായി ഇടിവെട്ടിൻ താളമായി മഴ പെയ്യും മാനമിതാണേ ഇടിമിന്നൽ ഘോഷമായി ഇടിവെട്ടിൻ താളമായി മഴ പെയ്യും മാനമിതാണ് മാനത്തെ അമ്പിളിയും താരകവും ഒത്തുചേർന്നു പൂത്തുലഞ്ഞ പൂമരം പോലെ മകരത്തിൽ മഞ്ഞു നൽകും മീനത്തിൽ ചൂടു നൽകും മാനത്തിൻ പൂരമിതാണേ മാസപ്പിറവി കാണാൻ മാനത്ത് വട്ടമിട്ടു നിൽക്കുന്ന ചന്ദ്രനുമുണ്ടേ മകരത്തിൽ മഞ്ഞു നൽകും മീനത്തിൽ ചൂടു നൽകും മാനത്തിൻ പൂരമിതാണേ മാസപ്പിറവി കാണാൻ മാനത്ത് വട്ടമിട്ടു നിൽക്കുന്ന ചന്ദ്രനുമുണ്ടേ മാനത്തെ അമ്പിളിയും താരകവും ഒത്തുചേർന്നു പൂത്തുലഞ്ഞ പൂമരം പോലെ കാർമേഘം വന്നുകൂടി കരിപുരണ്ട പോലെയായി കലിതുള്ളും മാനമിതാണേ ഇടിമിന്നൽ ഘോഷമായി ഇടിവെട്ടിൻ താളമായി മഴ പെയ്യും മാനമിതാണേ ഇടിമിന്നൽ ഘോഷമായി ഇടിവെട്ടിൻ താളമായി മഴ പെയ്യും മാനമിതാണ് മാനത്തെ അമ്പിളിയും താരകവും ഒത്തുചേർന്നു പൂത്തുലഞ്ഞ പൂമരം പോലെ ഇതെൻ്റെ വാപ്പയാണ്. മദ്യപിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാകെ പ്രശ്നങ്ങളാണ്. പിന്നെ വീടൊരു നരകമായിട്ട് മാറും. അല്ല എൻ്റെ ബദരീങ്ങളെ എടി പാത്തുവോ ഡിയേ ഇത് എവിടെ പോയി മജ്ജത്തായി കിടക്കാനാവോ എടി പാത്തുവേ അല്ല ആ ഇജ്ജ് സ്കൂളിൽ പോകാൻ ഇറങ്ങിയതാ ഉമ്മ എന്തിയടാ ഉമ്മ അപ്പുറത്ത് അലക്കാണ്. ഓ അലക്കും കുളിയൊന്നും കഴിഞ്ഞില്ല ഇനി അല്ല എൻ്റെ പടച്ചോനെ ഇജ്ജ് പോയിട്ട് കുടിച്ചാത്തിരി വെള്ളം എടുത്ത് തുടങ്ങേ അല്ല ഇതിനകത്ത് എവിടെ ഞാൻ വെച്ചെന്നപ്പോ ഞമ്മക്ക് ഓർമ്മയില്ലല്ലോ ഒന്ന് പറ്റുകയാണോ ആ തന്നെ ഇതാ സൂറാന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാ അനക്ക് പാകാകുമോ നോക്ക് ഇതെനിക്ക് പാകമാണെന്നാ തോന്നണേ അറ്റോക്കടജ് മറന്നു എന്നാ തോന്നുന്നു പഠിച്ചവന് ആ കിട്ടി എന്നാ റംല ബീഗത്തിന്റെ കഥാപ്രസംഗ ബദർ യുദ്ധം ഇട്ടോക്ക് മുമ്മാടെ ഒരു ബദർ യുദ്ധം ഉഹദ് യുദ്ധം രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ വാപ്പാടെ ഹന്തക്ക് യുദ്ധമാണ്. എന്തായാലും ഒരു യുദ്ധം ഉറപ്പാ. പഠിച്ചോനെ ആ കുത്തിരിക്ക് സൃഷ്ടാവായ അള്ളാഹുവിന്റെ മതമായ ഇസ്ലാമിന്റെ ആവിർഭാവം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന കാലഘട്ടത്തിൽ ഇത് നോക്കാതെ കേൾക്കണം രണഭേരിയുടെ ആരംഭം സഹൃദയ സമക്ഷത്തിൽ സമർപ്പിച്ച ഞാൻ
എന്റെ പതിരിങ്ങളെ. ഇന്ന് യുദ്ധം നേരത്തെ തോന്നണം. മാങ്ങയെല്ലാം പഴുത്തു തുടങ്ങിയല്ല. ഞാൻ പഴുത്തടാ. ഇനി വെച്ചോണ്ടിരുന്ന പുഴുവരോട്ടാ. അത് ശരിയാ. എടാ വേണോടാ, അന്ന് തന്നെ കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. ഇവിടെ കൊള്ളണേ. എടാ, അയാള് പട്ടീനെ പിടിച്ചെന്നാ തോന്നണ. കൊര കയറിട്ട് അൽസേഷൻ ആണെന്നാ തോന്നണത്. ആ അതാണ് കറക്റ്റ് ആയിട്ട് വരയ്ക്കണേ. എടാ എടാ ഓടിക്കോടാ, പട്ടി ഓടിക്കോ. ഓടിക്കോ. നിന്നെയൊക്കെ നന്നാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എങ്ങാനും കടിച്ചാ എടുക്കണ്ടോട്ടെ. എന്റെ അടുത്താ കളി. നീ ഒരു ജമാലിന് കൊടുക്ക്. അടുത്ത എനിക്കാണ്. വേഗം കഴിക്കണോന്ന്. ആരാ ക്ലാസ്സിലിരുന്ന് ഓറഞ്ച് കഴിക്കുന്നേ? ജമാൽ, ഇവിടെ വരൂ. ഇവിടെ വരാനല്ലേ പറഞ്ഞേ? ഇവിടെ വാടോ. എന്താ ടീച്ചറെ? കൈ നീട്ടടോ. എന്തിനാ? കൈ നീട്ടാൻ. നീട്ട് നീട്ട് നീട്ട്. എന്താടാ നിന്റെ കൈക്ക് ഒരു ഓറഞ്ചിന്റെ മണം? ശരിയാ ടീച്ചറെ, വീട്ടിൽ ഉമ്മച്ചിയും പറയാറുണ്ട് എന്റെ കൈക്ക് ഓറഞ്ചിന് വേണമെന്ന്. ഓറഞ്ച് കാണാതായ പിന്നെ പറയേ വേണ്ട. ഓഹോ, ഇത് പേടിക്ക്. സമയത്രേ എനിക്കറിയില്ല. ഫൈസൽ ഇവിടെ വരൂ. ഇവിടെ വരാൻ വേഗം വാടോ. നിന്റെ കൈയൊന്ന് നീട്ടിയേ. ടീച്ചറെ എന്റെ കൈക്ക് ഓറഞ്ചിന് വേണം. അതെന്താടാ? ഇവനെ മുട്ടിയിരിക്കണല്ലേ. ഇതേ പ്രശ്നമാണ് എന്റെ വീട്ടിലും. ഓഹോ, അത് ശരി. അപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ കയ്യിലുണ്ടാവില്ലേ ഈ പ്രശ്നം? ആരുടെ ക്ലാസ്സിൽ ഓറഞ്ച് കൊണ്ടുവന്നത്? ടീച്ചറെ, ഇന്ന് ജോമോന്റെ ബർത്ത്ഡേ. ഇവനാണ് ഓറഞ്ച് കൊണ്ടുവന്നത്. ഇവന്റെ ബാഗിൽ ഇനിയുണ്ട് ഓറഞ്ച്. ഓറഞ്ചാ? ശരിയാണോടാ? ടീച്ചർ, എന്റെ ബാഗിലൊന്നുമില്ല. അവൻ കള്ളം പറയുന്നതാ. ജോമാൻ ഇവിടെ വരും. ആ ബാഗ് ഇങ്ങോട്ട് എടുത്തോ. തുറക്കടാ ബാഗ്. എന്റെ ബാഗിലൊന്നുമില്ല. നീ ആ ബാഗ് തുറക്ക് നോക്കട്ടെ. ഇല്ല ടീച്ചറെ, ഓറഞ്ച് ഒന്നുമില്ല. എവിടെ? ഇതെന്താടാ? എനിക്കറിയില്ല ടീച്ചറെ. നിനക്കറിയില്ല അല്ലേ? ഇല്ല, ഞാൻ കൊണ്ടുവന്നതല്ല. ഇത് വേറെ ആരോ കൊണ്ടുവന്നതാ. ഇവന് ക്ലാസ്സിൽ ബാക്കിയുള്ള കുട്ടികളെ വേദനിക്കുന്നു ടീച്ചറെ. പഠിപ്പിക്കില്ല അല്ലേ? ടീച്ചറെ. Get out. പുറത്ത് പോടാ. പോവാൻ. കാണിച്ചരാടാ നിന്റെ. നിങ്ങള് അവിടെ പോയിരിക്കും. ശരി ടീച്ചർ. വന്നോളൂ പഠിക്കാണ്ട്. എന്താടാ നിനക്കൊരു മൂകത? അങ്ങനെ ഉത്സവം കഴിഞ്ഞു. ഇനി അടുത്ത കൊല്ലം ആവണ്ടേടാ. അത് തന്നെ. നിനക്ക് അമ്പലോത്സവമൊക്കെ അല്ലേ വലുത്? പള്ളിയിൽ വരില്ലല്ല. കണ്ടവന്റെയൊക്കെ മാവില് കല്ലറ നടക്കണ നീയാണോ പള്ളിയിൽ പോണ കാര്യം പറയണത്? ആ മാങ്ങ എന്നാ നീ വരുവല്ല. അതെ, അതുകൊണ്ടല്ലേ ഞാൻ പള്ളിയിലേക്ക് വരാത്തത്. പള്ളിയിലെ നന്മയുള്ളവർ കൂടിയിരിക്കേണ്ട സ്ഥലമാണ്, അല്ലാണ്ട് കള്ളന്മാരല്ല. അപ്പൊ അമ്പലോ? ഞാൻ അമ്പലത്തിൽ തൊഴാൻ പോകാറില്ല. ഈശ്വരന്റെ മുമ്പിലെ ശുദ്ധ മനസ്സുള്ളവരായിരിക്കണം. അത് പള്ളിയായാലും അമ്പലം ആയാലും. ഒന്ന് നിർത്തടാ. പള്ളി അമ്പലവും ഈ പേര് പറഞ്ഞാൽ തന്നെ പ്രശ്നമുണ്ട്. ആ ഷാജാൻ, ഇവിടെ വരൂ. അയ്യോ, അറബി ഭാഷ. എടാ അറബി മാഷാണല്ല. ആ കാതർക്കാരുടെ നിന്ന് ഓറഞ്ച് അടിച്ചു പറ്റിയ കാര്യം അറിഞ്ഞു കാണൂ. അറിഞ്ഞു കാണും. വരൂ, പറയാം. എന്താ മാഷെ? നീ നന്നായിട്ട് പാടുമെന്ന് കേട്ടു. ഏയ് ചുമ്മാ ഒരു നേരം പോക്കിനാ സാറേ. ഇത്തവണത്തെ യൂത്ത് ഫെസ്റ്റിവലിന് നിന്റെ പേര് ഞാൻ ചേർത്തിട്ടുണ്ട്. നീ നന്നായിട്ട് പാടണം. പഠിക്കാൻ ഇത്തിരി പുറകിലാണല്ലേ? പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പിന്നെന്താ പഠിച്ചാല്? വാപ്പ നന്നായിട്ട് മദ്യപിക്കും. വീട്ടിൽ വന്നാൽ മൊത്തം പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ ഉമ്മാനെ ഓർത്തിട്ടാണ് ഞാൻ സ്കൂളിൽ തന്നെ വരണത്. സാരില്ലടോ, ഒക്കെ ശരിയാവും. അപ്പൊ പറഞ്ഞ പോലെ നല്ലൊരു മാപ്പിളപ്പാട്ട് പാടണം.
മഹിയിൽ മഹാ സീനെന്ന് മഹിമയിടും സുൽത്താന് മലർമഴവില്ലായിട്ടുണ്ടൊരു കനിമോള് അവളുടെ മധു ഒഴുകും പേരാണ് ഹുസ്നുൽ ജമാല് മഹിയിൽ മഹാ ഇനിയിപ്പോൾ എങ്ങനെ പാട്ട് പഠിക്കും? ഷാജാനെ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അടുത്തത് നിന്റെ പാട്ടാണ്. എടാ ഞാൻ എങ്ങനെയാടാ ഈ ഡ്രസ്സൊക്കെ ഇട്ട്? എല്ലാരും കളർ ഡ്രസ് ഇട്ട് വരുമ്പോ നീ പാട്ട് പാടാനല്ലേ പോണത്? എന്നാലും ഒരെന്നാലും ഇല്ല. നീ ഇങ്ങൊന്ന് എന്താടാ നിന്നെയും പട്ടി പിടിച്ചാ? ഹേയ്, ഞാൻ ഇന്ന് വീട് വരെ പോയതാ. ഓ, അത്രയുള്ള ഇതൊരു പുതിയ ഷർട്ടും പാൻറ്റുവാ, നിനക്ക് വേണ്ടി വാങ്ങിയതാ. എടാ അത് ഞാൻ നീ ഒന്നും പറയണ്ട, വേഗിട്ട് വരാൻ നോക്കിയേ, സമയായി. ഉമ്മാ ഉമ്മാ വരുന്നു. ഈ പാന്റ് ഷർട്ട് എവിടുന്ന മോനെ? സുരേഷ് തന്നതാ ഉമ്മ. ദേ ഇത് കണ്ട. എന്താടാ ഇത്? സ്കൂളിൽ മാപ്പിളപ്പാട്ട് മത്സരത്തിന് ഫസ്റ്റ് പ്രൈസ് എനിക്കാ. അതിന് കിട്ടിയ സർട്ടിഫിക്കറ്റ് ആണ്. ആഹാ, രണ്ടാളും നല്ല സന്തോഷത്തിലാണല്ലോ. ആഹാ, കൊള്ളാം, മിടുക്കൻ. ഇവനെ നമുക്ക് പാട്ട് പഠിപ്പിക്കണം. ഇവിടെ കലാക്ഷേത്രം എന്നൊരു സ്ഥാപനമുണ്ട്. ലക്ഷ്മിയോടെ പാട്ട് പഠിക്കുന്നുണ്ട്. ഇവനെ നമുക്ക് അവിടെ ചേർക്കാം. അതിനൊക്കെ ഒരുപാട് ചെലവാകില്ലേ മാധവ? ഇവനെ പഠിപ്പിക്കുന്നത് തന്നെ ഒരു കണക്കിനാ. അതോർത്തിട്ട് വിഷമിക്കേണ്ട. ഇവനെ പാട്ട് പഠിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. എന്താ, സന്തോഷമായില്ലേ? ഒരുപാട് പാട്ടുകാരൊക്കെ ഇവിടുന്ന് പഠിച്ചിറങ്ങിയത്. ആ, ഭാഷ ഇവിടെ ഇരിപ്പുണ്ട്. വാ, വേജല്ല. അല്ല, ഇതാര്? ദാ ഇയാളെ ഇവിടെ ചേർക്കാൻ കൊണ്ടുവന്ന. പഠിത്തത്തോടല്ല താല്പര്യം, പാട്ടിനോടാ വലിയ കമ്പം. ഓ, സ്വരസ്ഥാനൊക്കെ ഉറച്ചിട്ടുണ്ടോ? അതൊക്കെ ഒന്ന് ഉറക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ല, ദക്ഷിണ കൊണ്ടുവന്നിട്ടുണ്ട്. ഷാജാനെ, ദക്ഷിണ ഞാൻ കൊടുത്തേക്ക്. വെക്കാൻ വരട്ടെ. പാടാൻ അറിയാവുന്നല്ലേ പറഞ്ഞത്? താനൊരു പാട്ട് പാടുക, ഞാനൊന്ന് കേക്കട്ടെ. ഭാവങ്ങൾ നാദബ്രഹ്മമായുണരും എന്നിലുണരുന്ന സംഗീതം സ്വരരാഗതാളഭാവം ഉണരുമീ ജന്മം അറിയുമെന്നുള്ളിൽ സ്വരമായി ലയമായി ഇരുൾ മൂടി മറയും പോയി മറയും ഈ ജീവനിൽ സ്വരമായി ആനന്ദമായി നിതാന്തമായി സ്വരങ്ങളിൽ നിറഞ്ഞിടും രാഗതാളലയ ഭാവങ്ങൾ നാദബ്രഹ്മമായി ഉണരും എന്നിൽ ഉണരുന്ന സംഗീതം സ്വരരാഗതാളഭാവം
നന്നായി വരും. തരിക. ഷാജഹാനെ, എന്താ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? എനിക്ക് പറയാനുള്ളതൊക്കെ ദേ ഈ കത്തിലുണ്ട്. കത്താ? അയാളെ ഞാനൊന്ന് കൊല്ലും. മോനെ, ലക്ഷ്മി, നീ ഇനി എൻ്റെ മുമ്പിൽ ഇതുപോലെ വരരുത്. നിന്നിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കുന്ന ഒരച്ഛനമ്മയും നിനക്കുണ്ട്. എൻ്റെ ജീവിതം അങ്ങനെയല്ല. നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകും. നമുക്ക് നല്ല അയൽക്കാരായിട്ട് ജീവിക്കാം. അതല്ലേ നല്ലത്. ചാറ്റൽ മഴ പെയ്തൊഴിഞ്ഞ പോലെ വന്നു നീ സായം സന്ധ്യയിൽ. ചാറ്റൽ മഴ പെയ്തൊഴിഞ്ഞ പോലെ വന്നു നീ സായം സന്ധ്യയിൽ.
ഒരു ചാറ്റൽ മഴ ഒരു ചാറ്റൽ മഴ പെയ്തൊഴിഞ്ഞ പോലെ വന്നു നീ സായം സന്ധ്യയിൽ അപ്പൊ ആർപ്പുറത്തെ ശശിനെ ഇറക്കി കിടന്നിട്ട് നന്നായിട്ട് കളിച്ചാലോ. ഓ ആ ആ ആ ആ ആ. കയ്യടേ പോയി. കളിയും പോയി കയ്യും പോയി. ആ നീ ഇന്ന് സ്കൂളിൽ പോയില്ലടാ? ഓ ഞാൻ പഠിത്തം നിർത്തി പോളേട്ടാ. അടിപൊളി. അതെന്താണ് നീ പഠിത്തം നിർത്തിയ? പഠിച്ചിട്ട് എന്തിനാ പോളേട്ടാ? ആദ്യമായിട്ടാ സ്കൂളിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടിയത്, അതും പാട്ട് പാടി. അതും വാപ്പ കീറി കളഞ്ഞു. ഇനി പഠിച്ച സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അതും കീറും. അടിപൊളി. ഇനി എന്താ നിന്റെ പരിപാടി? ഒരു ജോലി നോക്കണം. അതിന് നിനക്ക് എന്ത് ജോലി അറിയാം? ഇവിടെ എന്തെങ്കിലും ജോലി തരും. അടിപൊളി. ഇവിടെ ബാക്കിയുള്ളത് തന്നെ അടിപൊളി ചിരിപ്പാണ്. ഞാൻ തന്നെ കഷ്ടിച്ചാണ് പോണത്. അല്ല പോളേട്ടാ, വെറുതെ ഇരുന്നാലും പ്രശ്നമാണ്. ഇതാകുമ്പോ ഒരു കൈപ്പണി പഠിക്കാലേ. നീ ആ 12 സ്പാനർ എടുത്തേ. എന്റെ മോളറിയാല. ഇത് നടപടിയാവുമെന്ന് എനിക്ക് തോന്നല്ല കേട്ടാ. അടിച്ചു പോളേട്ടാ, അടിച്ചു. എത്ര വെള്ളം? 4-0. ആഹാ, ജീസസ് ഇലവന്റെ ചരിത്രത്തിൽ ഇതേവരെ 0 കിട്ടിയിട്ടില്ല. ഇപ്പൊ കിട്ടിയില്ലേ? എടാ, ജോഷി ബാക്കും മാത്തപ്പൻ ഗോളി നിന്ന റെഡ് സ്റ്റാറിനെ തോപ്പിക്കാൻ സാക്ഷാത് ബ്രസീലിന് പോലും പറ്റില്ല. പെല വരെ അപ്പിയിടും, അപ്പി. എന്തു പറ്റി പോളേട്ടാ? അടിപൊളി. എന്റെ അളി ഒടിഞ്ഞു നോക്കി നിൽക്കാതെ വിളിക്കടാ. ഇവനെന്ത് പറ്റി? കൊറേ നേരമല്ല തലയും കുമ്പിട്ടി. അവന്റെ തലക്ക് ഭാരം കൂടിയെന്നാ തോന്നണേ. നീ ചിരിക്കണ്ട, അവൻ പറഞ്ഞ ശരിയാണ്. എനിക്ക് തലക്ക് ഭാരം കൂടിയാക്കണേ. ഇപ്പൊ തന്നെ എത്ര ജോലിയായി. ഓരോ സ്ഥലത്തും 1-2 ദിവസത്തിൽ കൂടുതൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. നിനക്ക് വല്ല കണ്ടകശനിയായിരിക്കും. അത് മാറാ ഒറ്റ വഴിയേ ഉള്ളൂ. നീ വല്ല കണ്ടമ്പോയോട്. ഒന്ന് നിർത്തടോ. ഒന്ന് മനുഷ്യനോട് പ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു തമാശ. ദേടാ സുരേഷ്. ആ ജമാലെ, എന്താടാ പരീക്ഷ കഴിഞ്ഞ് അതോടെ പഠിത്തവും തീർന്നു. അതെന്ത് പറ്റിയടാ? വല്ല കുരുത്തക്കേട് ഒപ്പിച്ചാ? ഏയ് അതൊന്നുമല്ല, പഠിത്തം നിർത്തേണ്ടി വന്നു. വീട്ടിലെ സാഹചര്യമൊക്കെ അറിയാലോ. അപ്പൊ നിന്റെ അച്ഛനും കൂടി തുടങ്ങിയ? അച്ഛനല്ലെങ്കിലും കുടിക്കും. പിന്നെ ഞാൻ നാളെ കോഴിക്കോട് പോവാണ്. അവിടെ അച്ഛന്റെ അനിയന്റെ ഷോപ്പില് ഒരു ജോലി ശരിയായിട്ടുണ്ട്. ആ, നീ എങ്കിലും പോയി രക്ഷപ്പെടും. അപ്പൊ നീ സ്കൂള് വിട്ട്. ഇനി നിന്നെ കാണണമെങ്കിൽ കോഴിക്കോട് തന്നെ.
എന്നാ ഞാൻ പോട്ടടാ, ചെന്നിട്ട് കുറെ പണിയുണ്ട്. ഷാജഹാനെ വരട്ടടാ. ശരിയാടാ. എടാ എനിക്ക് പറ്റിയ ജോലി അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണം കേട്ടാ. ഓക്കെ നോക്കടാ. ശരിടാ, പോട്ടടാ. പോയിട്ടോടാ. അപ്പൊ നീയും കോഴിക്കോട് പോകുന്ന പരിപാടിയാണ്? എവിടെയെങ്കിലൊക്കെ പോകണം. വീട്ടിലേക്ക് പോകാൻ തോന്നല്ല, പിന്നെ ഉമ്മാനോർത്തിട്ടാണ്. എല്ലാം ശരിയാവൂടാ, ഞങ്ങളെയൊക്കെ കണ്ടില്ലേ എത്ര ഹാപ്പിയാണ്. അതെ, നിന്റെ പാപ്പ മര്യാദക്ക് പണിക്ക് പോണോണ്ടാണ്. എന്റെ സ്ഥിതി അങ്ങനെയല്ല. നീ വിഷമിക്കണ്ടടാ, ഇതെല്ലാം മാറാൻ ഒറ്റമൂലിയുണ്ട്. ഒറ്റമൂലിയ? ആ, ഒറ്റമൂലി. കശുമാങ്ങിട്ട് മാറ്റിയ സ്വയംബൻ സാധനമാണ് മോനെ. മോനെ, ഇതാണ് ഒറ്റമൂലി. ഇവനൊന്ന് അകത്തോട്ട് ചെന്നല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സർവ്വ വിഷമവും തീരും. അങ്ങോട്ടെടുത്ത് അടിക്കടാ. എടുത്തടിയടാ, ഫസ്റ്റ് ഒരു കിക്ക്, സംഭവം ക്ലീൻ. ചിലപ്പോ ഒരു വാളും. പരിചയം ഞാൻ തരാം, എടുത്തടിയടാ. എനിക്ക് വേണ്ടടാ. നശിപ്പിച്ച്. ഇവന്റെ വിഷമം ഒരിക്കലും തീരാൻ പോകണില്ല. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട. ഒറ്റ മൂലി ഒറ്റ വരയ്ക്ക് കുടിക്കണം, അല്ലെങ്കിൽ അതിന്റെ മൂല്യം പോയി. ഈ മദ്യമാണ് എൻ്റെ കുടുംബത്തെ കണ്ണീരിലാക്കിയത്. എൻ്റെ വിദ്യാഭ്യാസം, ജീവിതം ഒക്കെ നശിപ്പിച്ചത് ഇതാ. ഇത് ഞാൻ കഴിച്ചാൽ ശരിയാവില്ലടാ. എന്തിനു പറയുന്നു, പിന്നീടുള്ള ജീവിതം കഷ്ടത നിറഞ്ഞതായിരുന്നു. എങ്ങോട്ടെങ്കിലും നാട് വിട്ടാലോ എന്ന് ഞാൻ കരുതി. പക്ഷേ ഉമ്മാനും ഓർക്കുമ്പോൾ എങ്ങോട്ടും പോകാനും തോന്നിയില്ല. അങ്ങനെ കാലങ്ങൾ പലത് കടന്നു. ഷാജാനെ, എന്താടാ കാര്യം പറയടാ. അവനെ തല്ലിയടാ. ആരി? ആ റെയിൽവേ അടുത്തുള്ള നെഞ്ചുണ്ണി. എന്തിനാ നിന്നെ തല്ലിയ? അവൻ കഞ്ചാവാണ്. എങ്കി ആ നെഞ്ചുനോടെ ഉണ്ണിയാണെന്ന് നടക്കൂ. വാടാ. എടാ, നിന്റെ ഉണ്ണി ഇടിച്ച് തകർക്കാനാണ് ഞങ്ങൾ വന്നത്. പക്ഷെ ഒരു ഉണ്ണി പോയിട്ടൊരു നെഞ്ച് പോലും ഇല്ലാത്ത നിനക്കൊക്കെ ആരാടാ നെഞ്ചുണ്ണിന്ന് പേരിട്ടത്? ഇനി നീ ഞങ്ങളോട് കളിക്കാൻ വന്ന വാടാ. മോനെ, എന്താ ഉമ്മ? ബാപ്പ വന്നിട്ട് 2 ദിവസമായി. എത്ര കുടിച്ചാലും ഇങ്ങോട്ട് വരുന്നതാ. അതിനെന്താ, 2 ദിവസം ഉമ്മക്ക് സമാധാനം കിട്ടിയില്ലേ? അങ്ങനെയൊന്നും പറയരുതടാ. എന്തൊക്കെയാണെങ്കിലും നിന്റെ ബാപ്പയല്ലേ. വാപ്പ, ഇതുപോലൊരു വാപ്പ ഇല്ലാതിരിക്കണേ നല്ലത്. രാവിലെ തന്നെ വിളിപ്പുണ്ടല്ലോ. പഠിക്കാൻ വരട്ടെ. ഇന്നലെ താൻ എവിടെയായിരുന്നു? അതെന്റെ കൂട്ടുകാരൻ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് തീർത്തു കൊടുക്കാൻ വേണ്ടി പോയത്. എന്നിട്ട് പ്രശ്നങ്ങളൊക്കെ തീർന്നോ? കൂടുതൽ ചോദ്യം ചോദിച്ചാൽ ഞാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പറ്റൂലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറെ വല്ല പണിക്കും പോക്കോളാം. എങ്കിൽ പിന്നെ വേറെ വല്ല പണി നോക്കണായിരിക്കും തനിക്ക് നല്ലത്. എനിക്ക് പണി പോണതൊന്നും ഒരു പുത്തിരിയല്ല. ഇവരൊന്നും ഗുണം പിടിക്കില്ല. ഓ, ഇവനിപ്പോ എന്താ ഈ വഴിക്ക്? നീയിപ്പോ സലാം പറയണല്ലോ. അസ്സലാമലൈക്കും. അതെന്താ നീ സലാം പറഞ്ഞ മടക്കാത്ത? അതൊന്നും എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലടാ. അതെങ്ങനെ? പള്ളിയിലും പോകത്തില്ല, നിസ്കരിക്കത്തുമില്ല, പിന്നെ എങ്ങനെ നിനക്ക് പഠിച്ചവന്റെ ഗുണങ്ങളൊക്കെ കിട്ടണേ? എന്തായാലും ഒരു ദിവസം പള്ളിയിലേക്ക് എടുക്കണ്ടേ? നീ ഇന്ന് പണിക്ക് പോയില്ലേ? ഓ, ഞാൻ അവിടെ നിന്ന് പോന്നു.
പടച്ചോനെ, ഇവനെന്താ ഇങ്ങനെ? ഇവന് നല്ല ബുദ്ധി തോന്നിക്കണേ. ഇയാളെന്തിനാ എന്നിട്ട് ഓടിക്കണം? ഇയാൾക്ക് വാപ്പാനെ തല്ലി മതിയായില്ലേ? അയ്യോ അയ്യോ, ഇയാള് പോയില്ലേ? എടാ കള്ളപ്പന്നി, നിന്റെ വാപ്പയല്ല വാപ്പാടെ വാപ്പ വിചാരിച്ചാലും നിന്റെ ഹോട്ടലിൽ നിന്ന് തന്നെ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂടാ. അതെന്റെ അവകാശമാടാ, അവകാശം. ആ അവകാശോ? ഏതോ ഗേലി കാണിച്ചല്ലോ. ഫൈസലേ, 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 ഡാ ഫൈസലേ. ഇവനെവിടെ പോയി കിടക്കും? എടാ ദേവന്നവൻ. ആ തെണ്ടീനെ കൊണ്ട് വല്ലാത്ത പ്രശ്നമായിക്കണേണ്. കുറെ കാലം യോസിക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട്. കാശ് ചോദിച്ചാലാ അതും തരൂല. മിനിഞ്ഞാന്ന് വാപ്പ കാശ് ചോദിച്ചപ്പോ വാപ്പാനേം തല്ലി. 2 പല്ലാ പോയത്, അതും പറിക്കാൻ വെച്ചത്. ആ കാശിലാ പോയില്ലേ? ഞാൻ കാശ് ചോദിച്ചതിനാണ് അയാൾ എന്നെയും തല്ലാൻ ഓടിച്ചിട്ട്. അയാള് കാരണം കടയിലെ കച്ചവടമൊക്കെ അവതാളത്തിലെ. എന്താടാ പന്നിയുടെ പേര്? രംഗനംസ. ഇതൊരു നാടകത്തിന്റെ പേര് പോലെ ഉണ്ടല്ലോ. നീ പേടിക്കണ്ട, അവന്റെ തീറ്റ നമുക്ക് ഇന്നത്തോടുകൂടി നിർത്താം. വാ. വാടാ. എന്താടി ഓമനെ, നമ്മളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തൂടെ? ഒന്ന് പോടാ അവിടുന്ന്. ഇരങ്കരംസയുടെ വലയിൽ വീഴാത്ത ഒരുത്തി ഈ നാട്ടിലില്ല. നിന്നെ ഞാൻ എടുത്തോളാം. അതിന് നീ ഇത്തിരി പുളിക്കും. ആ പുളി എനിക്ക് വലിയ ഇഷ്ടമാ.
പഠിച്ചോനെ ഇപ്പൊ നിങ്ങൾ വീഴുന്നില്ലല്ലോ. തിന്നതൊക്കെ ദഹിക്കുന്ന തോന്നാണ്. തൽക്കാലം തോറ്റു കൊടുക്കാം. അനക്കൊന്നുമില്ലല്ലോ. നീ ഇനി കാശ് കൊടുത്തേ തിന്നാൻ പാടുള്ളൂ കേട്ടാ. പാടാ. ഇതെന്ത് പറ്റിയാടാ? ആകെ നനഞ്ഞിട്ടുണ്ടല്ലോ. അത് ഞങ്ങളൊരു ബലിയിടാൻ പോകും. എടാ ഷാജഹാനെ, എന്താ? നിന്റെ വാപ്പ ആസ്പത്രിയിലാണ്. കുടിച്ചു വന്ന് പോസ്റ്റ് വിളിച്ച് ഔട്ട്. എല്ല് പൊട്ടിയിട്ടുണ്ട്. ഇത്തിരി തൊലിവെളുപ്പും പൂച്ചക്കണ്ണും കണ്ടപ്പോ ഓളാണ്ട് മയങ്ങി. ഓൻ തന്നെ മതി ഒരൊറ്റ ബാസി. എന്നിട്ടിപ്പോ എന്തായി? ഇനി കുറച്ച് കഴിയുമ്പോ കണ്ണും തള്ളി 4 കാലുമ്പ് വന്ന് വീയും. എന്റെ പടച്ചോനെ. ഔ ഓ ഇതിപ്പോ പൊളിഞ്ഞോയേനെ. മാസങ്ങളായി ഓനോട് ഒരു മുറമേങ്ങാൻ പറഞ്ഞിട്ട് ഇതുവരെ ഒരു പറ്റിയില്ല. ഇതും കൂടി പൊളിഞ്ഞോയി. അവന്റെ നക്കലും കഴിഞ്ഞു. എന്റെ ബദരീങ്ങളെ. ഓ എവിടെയില്ല എത്ര എണ്ണം രോഗം വന്ന് കിടക്കുന്നുണ്ട്. ഈ പിശാസിന്റെ കാലെങ്കിലും ഒന്ന് ഒടിഞ്ഞിട്ടിയാ മതിയിരുന്നു. എന്നാ പെരേ കിടക്കൂല്ലോ. ഉമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ? ആ ഇപ്പൊ ഞാൻ മിണ്ടിയായി കുഴപ്പം. ഞാൻ മിണ്ടിന്റെ പകുതി എങ്കിലും ഇച്ച മിണ്ടിയിരുന്നെങ്കിലേ ഓ പണ്ട നന്നായി പോയേനെ. ഇതിപ്പോ എന്നേരത്ത് ഇങ്ങോട്ട് ഓട്ടോറിക്ഷയിൽ വരുന്നത്. ആ ശരി. ഞാനിപ്പോ പറഞ്ഞല്ലോ ഇത് നേരത്തെ ആരോ ബ്രാഗ് ചെയ്താ. അല്ല മോനെ ഇച്ചിത്ര നേരം എവിടെയായിരുന്നു? അന്റെ കാലിന് എന്താ പറ്റി? നിങ്ങൾക്കുള്ള ചവിട്ടേ ആ പോസ്റ്റിന് ടൈപ്പ് പോയി. ഇനി വാപ്പ മാർക്കറ്റിലൊന്നും പോകണ്ട. എനിക്കൊരു ജോലിയില്ല. ഇനിയെങ്കിലും വാപ്പാക്ക് ഈ കുടിയൊന്ന് നിർത്തിക്കൂടെ? മോനെ കുടിക്കണം ആഗ്രഹം ഉണ്ടായിട്ടല്ല. ആ മാർക്കറ്റിൽ ചെല്ലുമ്പോ ആ മാർട്ടിന് സേവിയറും അവരായി കുടിപ്പിക്കണം. അല്ലാ വാപ്പ പോയല്ലേ? കാലൊടിഞ്ഞാലും വീട്ടിലിരിക്കൂല. ഉമ്മ പറഞ്ഞതാണ് കേട്ടില്ല. മോളെ ഉമ്മ എന്തിയെ? ഉമ്മ തുണിയലക്കുവാ. വെല്ലുമ്മയോ? വെല്ലുമ്മ ഇന്നലെ തന്നെ പോയി. ഓ നാടുകുറ്റിയാണല്ലോ പാവം. അവരുള്ളതുകൊണ്ട് നിങ്ങൾ പട്ടിണിയാവൂല. ബാപ്പയ്ക്ക് എന്തോ കാലിനെന്ത് പറ്റിന്ന് പറഞ്ഞേ? കാലിന് ചതവുണ്ട്. എന്നിട്ട് ആളെന്തിയെ? ബാപ്പ രാവിലെ പോയി. എന്താ ചെയ്യുക? ദൈവം രക്ഷിക്കട്ടെ. ആ മോളെ കുറച്ചിടലിയാ. അപ്പൊ വെല്ലുമ്മ ഇല്ലെങ്കിലും ഞങ്ങൾ പട്ടിണിയാവൂല. ആ ശരി. ഇതാരാ? യൂസഫാ? എന്താടാ നിന്റെ കാലൊക്കെ ശരിയായ? ഇല്ലടാ. വല്ല ആവശ്യമുണ്ടാ നിനക്ക് ആ പോസ്റ്റ് വിളിച്ച് ഔട്ടായി? ഇവൻ എന്നോട് ദേഷ്യം തീർത്താ. എടാ യൂസഫേ, ആണാണെങ്കിൽ നേരിട്ടടിക്കണം, അല്ലാതെ കണ്ട പോസ്റ്റ് ചവിട്ടി പൊളിക്കലല്ല. ഒന്ന് വെറുതെ പാടാ, നമുക്കൊരു സ്മോൾ അടിച്ചിട്ട് വരാം. ഓ ഞാനില്ലടാ, ഞാൻ നിർത്തി. ഓ കാലൊടിഞ്ഞപ്പോ നീ അങ്ങ് നന്നായ. അപ്പൊ ഇവന്റെ കൈ കൂടി അങ്ങ് ഒടിഞ്ഞിരുന്നെങ്കിലോ? ഇവനങ്ങ് ദൈവമായാ. എടാ യൂസഫേ, തമാശ മാട്ടിനെ വേണ്ടടാ, ഞാനില്ല, നിങ്ങൾ പോയിക്കോ. ആ വാടാ.
വിട്ടില്ലെങ്കിലോ? വിടാനാണോ പറഞ്ഞത്?
രക്ഷപ്പെട്ടു. ആ സംഭവത്തിന് ശേഷം ഞാൻ നാട് വിട്ടു. വന്നെത്തിയതൊരു ഹാജിയാരുടെ തടിമില്ലിലാണ്. ഇന്ന് ഇവിടെ എൻ്റെ ജോലി തുടങ്ങുകയാണ്. ഇനി ഇത് എത്ര നാളുണ്ടാകുമെന്ന് എനിക്കറിയില്ല. ഷാജഹാന് ഭക്ഷണം കഴിക്കണ്ടേ? വാ. വാ. കേറി വാ. ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ഒളിച്ചോട്ടം. എന്തിനാ മോനെ ഒളിച്ചോടുന്നത്? വീട്ടുകാര് വിഷമിക്കില്ലേ? ഇവൻ ഉമ്മയോട് പറഞ്ഞിട്ടാ ഒളിച്ചോടി. ഭക്ഷണമില്ലേ? എടുത്ത് വെക്കാം. ഇനി ഇവൻ എന്നും ഉണ്ടാവും ഇവിടെ. നീ ഇരിക്കെ, ഞാൻ നിസ്കരിച്ചിട്ട് വരാം. അല്ല, നിസ്കാരമൊന്നുമില്ലേ? നിസ്കരിക്കും. എന്നാ ഒതു കൊടുക്ക്. അല്ല, ഞാൻ പിന്നെ നിസ്കരിച്ചോളാം. കുറെ മുടങ്ങി. അപ്പൊ നിസ്കാരം ഇല്ലെന്നർത്ഥം? അങ്ങനെയൊന്നും അല്ല. രാവിലെ എണീക്കാൻ വഴുകുമ്പോ സുബഹി പോവും. ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോ ലുഹറും പോവും. കണ്ടില്ലേ, ഇപ്പൊ ലുഹറു പോയി. അപ്പൊ ചായ കുടിക്കാൻ പോകുന്നോണ്ട് അസറും രാത്രി നേരത്തെ ഉറക്കം വരുന്നോണ്ട് ഈ ചായയും പോവും അല്ലേ? അപ്പൊ ഇക്കാക്കെല്ലാം അറിയാലേ. എടാ, ഈ പ്രായം കഴിഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ഭക്ഷണം കഴിക്കാനുള്ള ഒതു കൊടുക്കുക. ഭക്ഷണം കഴിക്കാനുള്ള ഒന്നുവാ? ആ, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കൈ കഴുകണ്ടേ? അത് ചെല്ല്. ശരി. എന്താ മോനെ? അല്ല, കൈയൊന്ന് അവിടെ കഴിക്കോ? ഓ, ഇയാളെ കണ്ട് പേടിച്ചോ? ഇത് ഷാജഹാൻ, ബാപ്പാടെ കൂടെ ജോലിക്ക് വന്ന പുതിയ ആളാ. നീ ഇരുന്നില്ലേ? നാളെ രാവിലെ വണ്ടി ഒന്ന് കഴുകിട്ട്. കുറെ നാളായി കഴിഞ്ഞു. പിന്നെ ഒന്ന് സ്റ്റാർട്ടും കൂടെ ചെയ്തു. ഒരു മലർത്തോപ്പിലെ മലരുകൾ തൂകിടും മധുക്കണമാകവേ നിറഞ്ഞു നിൽക്കും.
അയ്യോ, മുതലാളി കാറ് കഴുകാൻ പറഞ്ഞില്ലേ? കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും വണ്ടി കഴുകാൻ പറഞ്ഞിട്ട് വണ്ടിക്കടിയിൽ എന്താ പരിപാടി? അത് വണ്ടിയുടെ അടിയിൽ നിറച്ച് ചെളിയായിരുന്നേ, അപ്പൊ അതൊന്ന് കഴുകണായിരുന്നു. ആ ശരി ശരി, ഞാൻ കടയിലേക്ക് പോവാ. നീ വണ്ടി കഴുകിയിട്ട് അവളെ ഒന്ന് കൊളയിലേക്കാക്ക കേട്ടോ. ഓ ആ സ്നേഹം നിറഞ്ഞ ഉമ്മാക്ക് ഞാൻ കാരണം ഉമ്മാക്ക് വിഷമമുണ്ടായതിൽ എന്നോട് പൊറുക്കണം. ഞാനിപ്പോൾ അസനാജി എന്ന ആളുടെ വീട്ടിലാണ്. ഭക്ഷണം അവിടെ നിന്ന് തന്നെയാണ്. പൈസലും ജമാലും ഒക്കെ അവിടെ വരാറുണ്ട്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉമ്മ? ബാപ്പ വീട്ടിൽ വരാറുണ്ടോ? എല്ലാവരും അന്വേഷിച്ചതായി പറയണം. എന്നെ ഓർത്തുമ്മ വിഷമിക്കണ്ട. ഞാനിവിടെ നിന്നോളാം. മറുപടി അയക്കണം എന്ന് ഷാജഹാൻ. അല്ല, ഇവക്കെന്താ വട്ടായ? ഷാജഹാനോ? ഒരു കത്തുണ്ട്. നിന്നെ കാണാതായപ്പോ എല്ലാവരും വളരെയധികം വിഷമിച്ചു. ജമാലും ഫൈസലും ഒക്കെ മോനെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു.
ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത് കുടിച്ചു കരളെല്ലാം വീക്കാണെന്ന്. ഇനി കുടിച്ചാൽ കുഴപ്പമാകുമെന്ന്. ബാപ്പ മാർക്കറ്റിൽ പോകലുമില്ല. എന്തായാലും മോൻ അവിടെ തന്നെ നിൽക്ക. നീയേ ഉള്ളൂ ഇനി ഈ കുടുംബത്തിനൊരു തുണ. പിന്നെ ബാപ്പയ്ക്ക് മുത്തുപേട്ടയിലേക്ക് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. മറുപടി പ്രതീക്ഷിച്ചുകൊണ്ട് കത്ത് ചുരുക്കുന്നു. ഇന്ന് സ്നേഹപൂർവം ഉമ്മ. ചായ. കരയാണോ? ഏയ്, ഓരോന്ന് ഓർത്തുപോയി. എന്തിനാ നാട് വിട്ടത്? എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു പാട്ടുകാരനാകണമെന്ന്. യേശുദാസ് സാറിന്റെ പാട്ടുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടം. അദ്ദേഹത്തിന്റെ പാട്ട് കേട്ടാൽ ഞാൻ എന്നും ഉണരാറ്. അതെങ്ങനെ? വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു അയ്യപ്പ ക്ഷേത്രം. ഉമ്മാക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം. എങ്കിൽ പിന്നെ പാട്ട് പഠിക്കാൻ പോയാ പോരെ? പാട്ട് പഠിക്കാൻ ഞാൻ പോയി 1-2 ദിവസം. പിന്നെന്താ പോവാഞ്ഞ? ആദ്യമായി പാടിക്കിട്ടിയ സർട്ടിഫിക്കറ്റ് വാപ്പ കീറിക്കളഞ്ഞു. എന്തിന്? ഉമ്മാനെ കുറിച്ച് ഓർക്കുമ്പോഴാണ് വിഷമം. പിന്നെ ബാപ്പ. ഓ ബാപ്പ, വിഷമിക്കണ്ടാട്ടാ, ഞാൻ പിന്നെ വരാം. എന്താണ് താത്ത കിനവാടാ? ഒന്ന് പോടി, ഞാൻ പഠിക്കാണ്. പഠിക്കല്ല, പേന കടിക്ക. എനിക്കറിയല്ല. അയ്യോ ബാബ, പഠിക്ക പഠിക്ക. ജമാലും ഫൈസലും അല്ലേ? നിന്നെ അന്വേഷിക്കാത്ത ഒരു സ്ഥലവും ബാക്കിയില്ല. നിന്റെ കത്ത് വന്നപ്പോഴാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സമാധാനമായത്. അല്ലടാ, ആ പ്രശ്നം എന്തായി? ഭാഗ്യം അയാള് ചത്തില്ല. സംഭവം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ യൂണിയൻകാരൊക്കെ ഇടപെട്ട് എല്ലാം രമ്യതയിലാക്കി. കുറച്ച് കാശൊക്കെ മുടക്കേണ്ടി വന്നു. ഇപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലടാ. നിന്നെ കാണാത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ എല്ലാവർക്കും, അല്ലടാ? അല്ല, നീ എങ്ങനെ ഇവിടെ എത്തി? ഓ, അതൊക്കെ എത്തി. ഇവിടെ അടുത്ത് തന്നെ ഇടാമില്ലേ? അല്ല, നിങ്ങൾ ഇപ്പോഴും ആൾത്തറയിൽ നിര കളിക്കൽ തന്നെയാണ്? ആ സംഭവത്തിന് ശേഷം ഞങ്ങളൊക്കെ നന്നായടാ. ഞാനിപ്പോ വർക്ക്ഷോപ്പിൽ പണിക്കൂണ്. ഇവ മീൻ കച്ചവടത്തിന്. നിനക്ക് പറ്റിയ പണി തന്നെയാണ്. നിന്റെ ഡ്രസ്സൊക്കെ തന്നുവിട്ടുണ്ടോ? എന്തായാലും നിന്നെ കണ്ടല്ലോ, സന്തോഷം. എന്നാ പിന്നെ താമസിക്കുന്നില്ല, വൈകുന്നേരം തന്നെ വീട്ടിലെത്തണം. നാളെ മീൻ കൊടുക്കാനുള്ള. കലണ്ടറിൽ എന്താ വിശേഷം? അത് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവമാണ്. ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. ബാലയും ഗാനമേളയും കഥാപ്രസംഗവും. കഴിഞ്ഞ പ്രാവശ്യം സാംബശിവന്റെ കഥാപ്രസംഗമായിരുന്നു. എനിക്ക് കാണണമെന്ന് ഒരുപാട് കൊതിയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. പെട്ടെന്നൊരു ശബ്ദം കേട്ട്. അതെന്താ? ഇസറ്റ് 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 കഥാപ്രസംഗത്തിന്റെ പേരാണ്. രഹന, എന്താ? രഹനയ്ക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും അറിയൂ? എന്തറിയോന്ന്? എൻ്റെ വീട്, ബാപ്പ, ഉമ്മ, എൻ്റെ വിദ്യാഭ്യാസം, അങ്ങനെയെല്ലാം. ഇല്ല. അറിയണം. എൻ്റെ ബാപ്പ ഒരു 1-ാം തരം മദ്യപാനിയാണ്. മഴ പെയ്താൽ ചൂരുന്നൊരു പഴയ വീട്. തറയിൽ കിടന്നാണ് ഞാനും എൻ്റെ അനിയത്തി മൈമൂനെ ഉറങ്ങുന്നത്. രഹനയെ സ്വപ്നം കാണാൻ പോലും യോഗ്യതയില്ലാത്തവനാണ് ഞാൻ. അതുകൊണ്ട് മനസ്സിൽ ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വേണ്ട. രഹനയുടെ ബാപ്പയോടും ഉമ്മയോടും എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. അവരെ വേദനിപ്പിക്കാൻ ഞാനില്ല.
ഈ വിഷമം കുറച്ചു നേരത്തേക്കുള്ളൂ, ഇല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ഇക്കാക്ക എന്നോട് എന്തോ പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നല്ലേ? നിനക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ലേ? ആ, ഞാൻ വന്നിട്ടിപ്പോൾ കുറച്ച് നാളായല്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഉമ്മാനെയും ബാപ്പാനെയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. എപ്പോഴാ പോകുന്നേ? നാളെ രാവിലെ തന്നെ പോയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പോയാ പിന്നെ തിരിച്ചു വരുമോ? ഉടനെ വരേക്കാ. ഷാജഹാനെ, എനിക്ക് 2 മക്കളാണുള്ളത്. അവരെ ഞാനിതുവരെ വേദനിപ്പിച്ചിട്ടില്ല. അവരെ നല്ല രീതിയിൽ നിക്കാഹ് ചെയ്ത് കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹം. അതൊരു നല്ല കാര്യമല്ലേ ഇക്ക? ആ നല്ല കാര്യം നടക്കണമെന്നുണ്ടെങ്കിൽ നീ ഇനി ഇങ്ങോട്ട് വരരുത്. ഇല്ലിക്ക, ഞാൻ വരില്ല. എന്നെ കൊണ്ട് ഒരു വിഷമമൊക്കെ ഇനി ഉണ്ടാവില്ല. ഷാജഹാനെ, അല്ല നീ ഇതെങ്ങോട്ട് പോണേ? കനവുകൾ കരിനിഴൽ പോലെ കൺമിഴിയിൽ കനലുകളായി കാതങ്ങൾ താണ്ടും യാമം കണ്ണീർ മഴയായി. കനവുകൾ കരിനിഴൽ പോലെ കൺമിഴിയിൽ കനലുകളായി കാതങ്ങൾ താണ്ടും യാമം കണ്ണീർ മഴയായി. പുലർവെയിലിൻ പുതുമകൾ തേടാൻ പൂങ്കാറ്റിൻ പുതുമണം നുകരാൻ പുതുമയായി പുളകമായി മാറുമോ ഈ വഴി ദൂരം? കനവുകൾ കരിനിഴൽ പോലെ കൺമിഴിയിൽ കനലുകളായി കാതങ്ങൾ താണ്ടും യാമം കണ്ണീർ മഴയായി. നിമിഷങ്ങൾ നീറിമായുന്ന നേരമീ പുലരിവേളയിൽ അറിയാതെ വന്നു ചേരുന്ന സ്നേഹപൂന്തേൻ കണങ്ങളായി ഇരുമേ ചേർന്നുറങ്ങുന്ന ആദ്യരാവിൻ്റെ താളവും കുളിരുന്ന പുലരികൾക്കിന്നു പുതുവസന്തത്തിൻ പുതുമയും പ്രണയാർദ്രമാകുന്ന നേരം പരിലാളനത്തിൻ്റെ താളം സുഖലയനം പകരും നിമിഷം. കനവുകൾ കരിനിഴൽ പോലെ കൺമിഴിയിൽ കനലുകളായി കാതങ്ങൾ താണ്ടും യാമം കണ്ണീർ മഴയാ. എന്താ മക്കളെ, സുഖം തന്നെയല്ലേ?
ഈ പണിയെടുത്ത് ജീവിക്കുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാ. അത് ശരിയെന്നാ. എന്താണത്? ഇപ്പോഴും കാശ് കൊടുക്കാണ്ട് തന്നെ തീറ്റ, പക്ഷെ പണിയെടുക്കും. നീ എന്താ പോകുന്നത്? ഉത്സവമൊക്കെ അല്ലടാ, അപ്പൊ ഉത്സവമൊക്കെ കൂടിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നീ ഒന്നും അറിഞ്ഞില്ലേ? ഉത്സവമൊക്കെ നിർത്തി. അമ്പലത്തിലെ കമ്മിറ്റിക്കാരമ്മിൽ എന്തോ കശപിച്ച. നീ വീട്ടിലോട്ടൊന്നും പോയില്ലേ? ഇല്ല. നിന്റെ വാപ്പാടെ കാര്യം കുറച്ച് കഷ്ടമാണ്. ഞാനാണ് ഇടയ്ക്ക് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോണത്. മതി. ഈ വർഷം ഉത്സവം നടന്നില്ല. കമ്മിറ്റിക്കാർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാ. ഇപ്പൊ പഴയ പോലെ പാട്ടും ഇല്ല, ആളുകളും ഇല്ല. ആ ഷാജാനാ, എങ്ങോട്ടാണ് ഈ നേരത്ത്? അത് പിന്നെ പള്ളിയിലോട്ട്. പള്ളിയിലാ? ആ, എന്താണ്? അപ്പൊ നീ മരിക്കാൻ തീരുമാനിച്ചാ? അതെന്താ നീ അങ്ങനെ അല്ല, നീ മരിക്കാനാകുമ്പോഴേക്കേ പള്ളിയിലേക്ക് വരുള്ളൂ എന്നല്ലേ പറഞ്ഞേ? അതെ, മരിച്ചു. ഈ ലൗകിക സുഖങ്ങളിൽ നിന്ന് ഇനി ആത്മീയ ജീവിതമാണ്. നിനക്ക് എന്താടാ പറ്റിയ? എന്താ എണ്ണ? അത് പിന്നെ ഇതുവരെ ചെയ്ത പാപങ്ങളൊക്കെ ഞാൻ എണ്ണ തേച്ച് കഴിക്കളഞ്ഞതാ. കുറച്ചെണ്ണ ബാക്കിയുണ്ടെന്ന് തോന്നുന്നു. അല്ലാ, ബാങ്ക് കൊടുക്കണം. നീ എന്താ നോക്കിക്കണ? ബാ, പള്ളിയിൽ പോകാം. അപ്പോ കുട്ടികളില്ലാത്തതാണ് അസീസിന്റെ പ്രശ്നം അല്ലേ? അതെ ഉസ്താദ്. ഡോക്ടർമാരെല്ലാം കണ്ടു, ഒരു ഫലം ഉണ്ടായില്ല. അപ്പോഴാണ് എന്റെ സുഹൃത്ത് ഉസ്താദിനെ പറ്റി പറഞ്ഞത്. തനിക്കെങ്ങനെ കുട്ടികളുണ്ടാകാനാ? അതെന്താ ഉസ്താദ്? വക്കീലന്മാരോടും ഡോക്ടർമാരോടും കള്ളം പറയരുതെന്ന. ചില ഉസ്താക്കന്മാരോടും കള്ളം പറയരുതെന്ന. എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? കളവാണെങ്കിൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം, സത്യമാണെങ്കിൽ എല്ലാം തുറന്നു പറയണം. സത്യമല്ലേ? അതെ. വിവാഹത്തിന് മുൻപ് നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടായിരുന്നില്ല, അതും ഒരു പെൺകുട്ടി. ആദ്യം വഴിയാധാരമാക്കിയ ആ പെൺകുട്ടിയെ കണ്ടെത്ത്, അതിനൊരു ജീവനം ശരിയാക്കി. അപ്പൊ എല്ലാം ശരിയാവും. കുട്ടികളുടെ വില അറിയാത്ത നിങ്ങൾക്ക് പടച്ചോൻ എങ്ങനെയാണോ കുട്ടികളെ തരുന്നത്? വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. ശരി ഉസ്താദേ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ ഉമ്മറ വാ. സുബൈക്ക് ഹംസക്കോയെ കണ്ടില്ലല്ലോ, നീ അവനെ കണ്ട? പള്ളിയിലുണ്ട് ഉസ്താദെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ നിസ്കരിക്കണ്ടായിരുന്നു. ചായ എടുക്കട്ടെ ഉസ്താദെ? ആ, എന്നാ എടുത്തു വെച്ചോളൂ. ശരിയാണ്. അസ്സലാമു അലൈക്കും. ആ വാലൈക്കും അസ്സലാം. അല്ല ഹംസക്കോയ, ഇന്നെന്ത് പറ്റി? അല്ലെങ്കിൽ നീ സുബൈ വാങ്ക് കേൾക്കണതിന് മുമ്പ് പള്ളിയിലുണ്ടാവണതാണല്ലോ. ഞാൻ രാവിലെ തന്നെ വന്നത് ഉസ്താദെ. അപ്പാണ് ഒരുത്തൻ വന്ന് മുന്നിപ്പെട്ടത്. അവനോട് സംസാരിച്ച് കുറച്ച് സമയം പോയി. അതാരാ?
ഞാൻ പറയാറില്ല ഉസ്താദ് ഒരു ഷാജഹാനെ കുറിച്ച്. അവൻ കൂടെ വന്നിട്ടുണ്ട്, ഉസ്താദിനെ കാണണമെന്നാണ് പറഞ്ഞത്. ഷാജഹാനെ അസ്സലാമലൈക്കും. എപ്പോ വിളിച്ചാലും സമയമാകുമ്പോ പള്ളിയിലേക്ക് എടുക്കുമെന്ന് ഇവൻ പറയാറ്. ഇപ്പൊ ഒന്ന് മുന്നിൽ പെട്ടു. അല്ലെങ്കിലും നല്ലതും ചീത്തയൊക്കെ ഓരോ സമയങ്ങളാണ്. നല്ല ആളുകൾ ചീത്തയാവുകയും ചീത്ത ആളുകൾ നല്ലതാവുകയും ചെയ്യണത് അവന്റെ ഓരോ കളികളല്ലേ. ഇവൻ നന്നാവണോന്ന് പടച്ചോൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാ വാ, നമുക്ക് ചായ കുടിക്കാം. വേണ്ട ഉസ്താദ്. അല്ലെങ്കിലും വയറൊഴിച്ച് കഴിക്കാനൊന്നുമില്ല. ഉസ്താദ് തരുന്നത് വേണമെങ്കിലും വേണ്ടെങ്കിലും ഒരു പിടി കഴിച്ചിട്ട് ഞാൻ പോകാറുള്ളൂ. അതൊരു ബർക്കത്താ. വാ. മുത്തുപേട്ടയ്ക്ക് പോകാനുള്ള ബസ് റെഡിയായോ? ആ, ബസ്സൊക്കെ റെഡിയാണ് ഉസ്താദെ. പരിഭ്രാന്തി മാറിയിട്ടില്ല അല്ലേ? ഇവിടുന്ന് എല്ലാരും കൂടി സിയാറത്തിന് പോകുന്നുണ്ട് മുത്തുപേട്ടയ്ക്ക്. ഷാജഹാൻ കൂടി ഒന്നിപ്പിക്കൂ, നല്ലതാ. ഇവൻ നന്നായിട്ട് പാടും ഉസ്താദെ. സ്കൂളിൽ പഠിക്കുമ്പോൾ ഇവന്റെ ബാഗിൽ കൂടുതൽ പാട്ടുപുസ്തകങ്ങളായിരുന്നു. ഇപ്പൊ എല്ലാം പോയി. അപ്പൊ ഉറൂസിന് ഷാജഹാന്റെ ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ അല്ലേ? എല്ലാം ശരിയാകും. അപ്പൊ പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തോളൂ. एक बेगुनाह की नजरें जलने लगी, एक बेगुनाह की नजरें जलने लगी. നീലവാനം നീലാവിൽ തെളിഞ്ഞ വാനം നിറയെ താരകങ്ങൾ കൺചിമ്മി തുറക്കും പോലെ. നീലവാനം നീലാവിൽ തെളിഞ്ഞ വാനം നിറയെ താരകങ്ങൾ കൺചിമ്മി തുറക്കും പോലെ. കനവ് പോലെ കരള് നീറും കഥകൾ മാറും നേരം ധന്യം ധന്യം. നീലവാനം നീലാവിൽ തെളിഞ്ഞ വാനം നിറയെ താരകങ്ങൾ കൺചിമ്മി തുറക്കും പോലെ. अल्लाह का रहम दिल सुलझा उलझन, दुआ सुनो मेरे नुमा. നിറയുന്ന കണ്ണുകൾക്കിന്ന് ഇൻപമായി, മൊഴിയുന്ന വാക്കുകൾക്കിന്ന് ഈണമായി. തിര തല്ലി മറിയുമെന്നുള്ളം വിധി കൊണ്ടുവന്നൊരീ നിമിഷം, വന്നു ചേർന്നൊരീ മണ്ണിൽ മുത്തുപേട്ട എന്നൊരീ തട്ടിൽ നിറയുമീ ധന്യമാം വിടരുമെൻ ധ്യാനവും. ഇടനെഞ്ചിനുള്ളിൽ വിങ്ങുന്നൊരു നൊമ്പരത്തിൻ ശീലുകൾ പാടിടാം, അത് പാടിടാം. നീലവാനം നീലാവിൽ തെളിഞ്ഞ വാനം
നമ്മൾ മൗനമായി. മനസ്സെന്ന മാന്ത്രികനിന്നോ ശൂന്യമായി. അറിയാതെ വന്നു നാം മണ്ണിൽ, അറിയാൻ കഴിഞ്ഞതോ ഏറെ. അറിയാതെ ഞാൻ ഇന്ന് മൂളും, അറിയാതറിഞ്ഞൊരീ നേട്ടം. ഉണരുമീ പുലരികൾ, ഉരുകുമെന്നൊമ്പരം. ഇടനെഞ്ചിനുള്ളിൽ വിങ്ങുന്നൊരു നൊമ്പരത്തിൻ ശീലുകൾ പാടിടാൻ, അത് പാടിടാൻ. നീലവാനം, നീലാവിൽ തെളിഞ്ഞ വാനം നിറയെ താരകങ്ങൾ കൺചിമ്മി തുറക്കും പോലെ. ആ ബാപ്പാക്ക് മുത്തുപ്പേട്ടയിലേക്ക് ഒരു നേർച്ച നേർന്നിട്ടുണ്ട്. ഷാജഹാനെ, നിന്നെ നാം തെരഞ്ഞെടുത്തിരിക്കുന്നു. നീ ഇനി ഉറങ്ങാനുള്ളവനല്ല, ഉണർന്നിരിക്കേണ്ടവനാണ്. സമൂഹത്തിന് നന്മയുള്ളവനായി നീ നിന്റെ ജീവിതത്തെ മാറ്റണം. ദൈവം നിന്നോടൊപ്പമുണ്ട്. ഇവനെന്താ ധ്യാനത്തിലാണ്? ഷാജാനെ, നീ എന്ത് ഇരുന്നുറങ്ങാണ്? അല്ല, ഇവിടെ ഉണ്ടായിരുന്ന ആളാ? ഏതാള്? നിനക്കെന്താ പറ്റിയേ? അതേ ഹംസക്കോയ, ഞാൻ കണ്ടതാ. എന്നൊരാൾ വിളിച്ചുണർത്തിയതാ. നീ ഉറങ്ങേണ്ടവനല്ല, ഉണർന്നിരിക്കേണ്ടവനാണ്. നീ എന്താ വല്ല സ്വപ്നവും കണ്ടോ? സ്വപ്നമാണ്. നീ ഉറങ്ങേണ്ടവനല്ല, ഉണർന്നിരിക്കേണ്ടവനാണ്. പിന്നെന്താ പറഞ്ഞത്? സമൂഹത്തിന് നന്മയുള്ളവനായിരിക്കണം, അങ്ങനെ എന്തൊക്കെയോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? വെളുപ്പിന് കണ്ട സ്വപ്നം ഫലിക്കുമെന്നാ. പടച്ചോ നിന്നെ നന്നാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. എന്തായാലും നമുക്ക് ഉസ്താദിനോട് ചോദിക്കാം. ഇന്നമാൽ ഉസ്രി ഉസ്ര വാ ഇന്നമാൽ ഉസ്രി ഉസ്ര എന്നാണല്ലോ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ഞെരുക്കത്തിലൂടെയാണ് ഒരു എളുപ്പം ഉണ്ടാകുന്നത്. ഭൂമിയിൽ ജന്മമെടുക്കുന്ന ഓരോ വസ്തുക്കളും ഇല്ലാതാകാൻ വേണ്ടിയാണല്ലോ സൃഷ്ടിക്കപ്പെടുന്നത്. ഇല്ലാതാകുന്നതുവരെ ഓരോ വസ്തുവിനും അതിൻ്റേതായ ജീവിതമുണ്ട്. ചിലത് നല്ലതായും ചിലത് മോശമായും മാറും. മോശമാകുമ്പോൾ വിധിയെന്നും നല്ലതാകുമ്പോൾ അത് ഭാഗ്യമെന്നും പറയും. നല്ലതായാലും മോശമായാലും രണ്ടും കാലത്തിൻ്റെ ആവശ്യമായി മാറും. ഓരോ തെറ്റുകളിൽ നിന്നുമാണ് ഓരോ ശരികൾ ഉണ്ടാകുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നിന്റെ ജീവിതം നന്മയുള്ളതായിരിക്കും. പടച്ചോൻ നിന്നെ അനുഗ്രഹിക്കും. ഉണരുന്ന പുലരികൾക്കിന്നു പുതുസുഗന്ധത്തിൻ പുതുമയായി. അണയുന്ന നിമിഷമിന്നെന്നിൽ അലിഞ്ഞു ചേരുന്ന സുഹൃതമായി. അറിയാതെ വന്നു ചേരുന്നൊരനുഭവത്തിൻ്റെ ആഴവും അകതാരിൽ വന്നു ചേർന്നുള്ളൊരനുഗ്രഹത്തിൻ്റെ നൊമ്പരം. വിട ചൊല്ലി മാറുന്ന യാമം, അല തല്ലി മറിയുന്ന പോലെ സുഖയാമം. വിരിയുമീ പുലരിയിൽ
കനവുകൾ കരിനിഴൽ പോലെ കൺമിഴിയിൽ കനലുകളായി കാതങ്ങൾ താണ്ടും യാമം കണ്ണീർ മഴയാ പുലർവെയിലിൻ പുതുമകൾ തേടാൻ പൂങ്കാറ്റിൻ പുതുമണം നുകരാ പുതുമയാ ഉലകമായി മാറുമോ ഈ വഴി ദൂരം കനവുകൾ കരിനിഴൽ പോലെ കൺമിഴിയിൽ കനലുകളായി കാതങ്ങൾ താണ്ടും യാമം കണ്ണീർ മഴയാ. അല്ലാ, എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഭൂമിയിൽ സംഭവിക്കുന്നത്. എല്ലാം അവന്റെ തീരുമാനങ്ങൾ പോലെ. അല്ല, ഹാജിയാരിപ്പ് എന്തിനാ ഇങ്ങോട്ട് വന്നേ? രഹ്നമോളുടെ വിവാഹം കഴിഞ്ഞു. മലപ്പുറത്തേക്ക് അവളെ അയച്ചത്. പക്ഷേ റസിയെ വിവാഹം കഴിച്ചയക്കാൻ പറ്റിയില്ല. അതെന്താ? എന്താണ് റസിയൊക്കെ പറ്റിയത്? ഒരു ദിവസം ഞാൻ ഭാര്യയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ എന്തായി കാണിക്കുന്നേ? മോളെ എന്തായി കാണിക്കുന്നേ? അതിനുശേഷം അവൾക്ക് ചിരിയും കളിയില്ലാതായി. എന്തെങ്കിലും ചോദിച്ച ഉടനെ കണ്ണു നിറയും. പലരും പലതും പറഞ്ഞു. പക്ഷെ ഞാനൊന്നും വിശ്വാസം കൊണ്ടില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് സംശയമുണ്ട്. അവക്കെന്തോ സംഭവിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഐദ്രോസ് മുസ്ലിയാർ ഇങ്ങനെ ഒരു ഉസ്താദിനെ കുറിച്ച് പറഞ്ഞത്. എനിക്ക് റസിയെ ഒന്ന് കാണണം. ഞാൻ അങ്ങോട്ട് വരാം. റസിയ, എന്നെ അറിയൂ? ഞാൻ ഷാജഹാൻ. മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത്. അന്ന് റസിയെ ഞാനൊരു മിന്നായം പോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ കൂടുതൽ സംസാരിക്കാനോ പരിചയപ്പെടാനോ ഒന്നും പറ്റിയില്ല. അതിനുമുമ്പ് എനിക്ക് ഇവിടുന്ന് പോകേണ്ടി വന്നു. റസിയ എന്താ ഒന്നും മിണ്ടാത്തെ? ഹേയ്, റസിയക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഞാൻ പോയിട്ട് പിന്നെ വരാം. പേടിക്കാനൊന്നുമില്ല. ആരോടും പറയാൻ പറ്റാത്ത എന്തോ ഒരു രഹസ്യം അവൾ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അതാണ് അവൾ ഇങ്ങനെയൊക്കെ ആക്കിയത്. എന്ത് രഹസ്യം? അതറിയണം. ഞാൻ താമസിച്ചിരുന്ന ഔട്ട് ഹൗസ് ഇവിടെ ഇല്ലേ? ഉണ്ട്. എന്തായാലും 2-3 ദിവസം ഞങ്ങളിവിടെ കാണും. ഇതിനൊരു സമാധാനം ഉണ്ടാകണ്ടേ? ഉമ്മ പറയുന്ന കേട്ടിട്ടുണ്ട് ബാധ കൂടിയവരെ കുറിച്ച്. സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്താ കാണണോ? അല്ലോ വേണ്ട. എന്നിട്ട് വേണം ആ ബാധ എന്റെ മേത്തോട്ട് കയറാൻ. സത്യത്തിൽ ആ കുട്ടിക്ക് എന്താ സംഭവിച്ചത്? അറിയണം. അവളുടെ ഉള്ളിൽ മാത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യം ബാധയും പിശാചൊന്നുമല്ല. അവളുടെ മനസ്സിൽ എന്തോ ഒരു മുറിവുണ്ട്. പറയും, നാളെ അവളെല്ലാം പറയും. മഹാന്മാരുടെ പറക്കത്തുമുണ്ട്.
റസിയ, റസിയയുടെ ബാപ്പ ഒരു കഥ പറയും. പഠിക്കുന്ന സമയത്താണ് ഈ അസുഖം തുടങ്ങിയത്. ഇതൊരു അസുഖമല്ല. അന്ന് നീ ക്ലാസ് വിട്ട് വന്നതും ബെഡ്റൂമിൽ കയറി കഥ കടിച്ചു. ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. നീ മനസ്സിനുള്ളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു മുഖമുണ്ട്. അതാണ് നിന്നെ ഇങ്ങനെയൊക്കെ ആക്കിയത്. പറയ റസിയ, എങ്ങനെയാണ് നിനക്കിത് സംഭവിച്ചത്? ഇത് ഞാനും നീ മാത്രം അറിയുള്ളൂ. നീ ആരെയാ ഭയപ്പെടുന്നത്? നിനക്ക് എന്താണ് സംഭവിച്ചത്? എല്ലാം എന്നോട് തുറന്നു പറ. അല്ല, നിനക്ക് ചെക്കനെ തിരക്കുന്നതായിട്ട് അറിഞ്ഞു കേട്ടോ. ആര് പറഞ്ഞു? അതൊക്കെ ഞങ്ങൾ അറിഞ്ഞു മോളെ. ഒരു പ്രായത്തിൽ അതൊക്കെ നടക്കുന്നല്ലേ, അതിലിപ്പോ എന്താ? താമസിയാതെ നിനക്കും ഉണ്ടാവുമല്ലോ. ഹായ് മാമ. ഞാൻ വീട്ടിലേക്കോ. ഞാൻ പോട്ടെ, നീ നടന്നോ. ഇനി ഇതുപോലെ മുട്ടിയുരുമി പോകുന്ന ഒരു ദിവസം ഉണ്ട് പെണ്ണിന്. മുട്ടിയുരുമിയോ? അല്ല, നിന്നെയല്ലേ ഇനി കെട്ടിക്കാൻ പോണത്. അപ്പോ ചെക്കനുമായിട്ട് ഇതുപോലെ ഒന്ന് പോ മാമ. ഓടിപ്പോകാൻ വരട്ടെ. ദാ അന്ന് നീ പറഞ്ഞ ചുരിദാർ. ചുരിദാറോ? ഹായ് ചക്കര മാമ. നീ സുന്ദരിയായിട്ടുണ്ടല്ലോ. ഞാനെന്താ സുന്ദരിയല്ലേ? സുന്ദരിയാണ്, പക്ഷെ ഈ ചുരിദാർ ഇട്ടപ്പോ ഒന്നും കൂടി സുന്ദരിയായി. എങ്ങനെയുണ്ട് മാമ? കൊള്ളാമോ? കൊള്ളാലോ, നന്നായിട്ടുണ്ട്. സന്തോഷായില്ലേ? മോളെ, ഞാൻ ഉമ്മാനൊന്ന് കണ്ടിട്ട് വരാം. അല്ല നീ ഇതെപ്പോ വന്നു? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. അല്ല ഇതെവിടുന്നാടി? മാമ വാങ്ങി തന്നതാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ സുബൈറ. ഈ പെണ്ണ് നീ ചീത്തയാക്കുന്ന തോന്നണേ. എനിക്ക് വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കഴിക്കെടുത്ത് വെച്ചാ. വന്നേ, വാ വാ. ആരെയും കാണുന്നില്ലല്ലോ. വാതിലടക്കാതാണ് ഇവര് പുറത്തു പോയത്. നീ മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. അല്ല, ഉമ്മി മാപ്പിക്ക് എവിടെ പോയി? ഉമ്മക്ക് പല്ലുവേദനയായിട്ട് ഡോക്ടറെ കാണിക്കാൻ പോയതാ. ഓ, ഇതെന്താ? ആ അതൊക്കെ ഉണ്ട്. നോക്കട്ടെ. ഞാനൊക്കെ നോക്കട്ടെ. എന്താണെന്ന് നോക്കട്ടെ. അല്ലോ, കറണ്ട് പോയോ? മാമ കാണിക്കുന്നേ. വിട്. ഇവിടെ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല, ഒരു ഉമ്മയും പാപ്പ ഇപ്പൊ എത്തും. അവരറിഞ്ഞ മാമ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. മോള് മാമാട് ക്ഷമിക്കും. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതൊന്നോർത്ത് വിഷമിക്കണ്ട. ഈ ലോകത്ത് ഇതറിയാവുന്നവർ നമ്മൾ മാത്രമാണ്.
റസിയ, ഈ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ മായാതെ എന്നൊരു മുഖമാണ് റസിയുടേത്. വിധി വീണ്ടും നമ്മളെ കൂട്ടിമുട്ടിച്ചു. റസിയക്ക് എന്നെ ഇഷ്ടമാണ്. ദാ നിൽക്കുന്നു ഹാജിഹറിന്റെ മകൾ. നമ്മുടെ മോള്. എന്റെ മോക്ക് എന്താ സംഭവിച്ചത്? ഒരു രോഗം വന്നാൽ നമ്മൾ ഡോക്ടറെ കാണും, മരുന്ന് കഴിക്കുകയും ചെയ്യും. രോഗം മാറിക്കഴിയുമ്പോൾ ആ മരുന്ന് നമ്മുടെ രോഗത്തെ എങ്ങനെ മാറ്റിയെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. എന്തായാലും റസിയെ തിരിച്ചു കിട്ടിയില്ലേ, പടച്ചവനോട് നന്ദി പറഞ്ഞു. അല്ല, എല്ലാം മംഗളായല്ലോ, അത് മതി. എന്നാ പിന്നെ ഞങ്ങൾ പുറപ്പെടുകയാണ്. പോകാനൊരുക്കോളൂ. ശരി. അപ്പോൾ വിധിയുണ്ടെങ്കിൽ ഇനിയും കാണാം. അല്ല ഷാജഹാന് ഞാൻ എന്താ തരേണ്ടത്? ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ ആദ്യമായി കണ്ടതും എൻ്റെ മനസ്സിലൊരിഷ്ടം തോന്നിയതും എല്ലാം റസിയോടാണ്. പക്ഷേ എനിക്കൊരിടം തന്ന ഹാജിയാരെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഹാജിയാരെ എന്നോടിനി ഒരിക്കലും വരരുതെന്ന് പറഞ്ഞു വിട്ടപ്പോൾ ഇനി ഒരിക്കലും കാണില്ലെന്ന് ഞാൻ കരുതി. ഹാജിയാർക്ക് സന്തോഷമാണെങ്കിൽ റസി എനിക്ക് തന്നൂടെ? എല്ലാം പടച്ചോന്റെ തീരുമാനമല്ലേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. പെരുന്നാളിൻ പൊൻപുലരി, നിറമേറും പൊൻപുലരി, പുതുപുഞ്ചിരി തൂകും അഴകായി കൽബിൽ വന്നവളെ, എൻ കൽബിൽ വന്നവളെ, എൻ കൽബിൽ വന്നവളെ. നിന്റെ മുഞ്ചിൽ തിങ്ങും പുഞ്ചിരിക്കും മുഖമൊന്ന് കാണാൻ, നിന്റെ മുഞ്ചിൽ തിങ്ങും പുഞ്ചിരിക്കും മുഖമൊന്ന് കാണാൻ, മിന്നി മിന്നി കണ്ണു ചിമ്മും പൂമുഖം കാണാൻ. പൂമോളെ നീ എൻ്റെ കൽബിനൊളിവല്ലേ, മറിമാൻ മിഴിക്കണ്ണല്ലേ, മയിലാടും ശേലല്ലേ. ശൗവാലിൻ പൊൻകണി കാണാൻ മാനത്തോരമ്പിളി പോലെ, മനസ്സിൻ്റെ ഉള്ളിൽ വിരിഞ്ഞ പൊന്നിൻ താരമേ. കനവല്ലിത് കണ്ടു മയങ്ങാൻ കനിവേകിയ റബ്ബേ, നിന്നിൽ കനിവോടെ കൈകൾ നീട്ടി ഉയർത്തിയിടുന്നേ. മൊഹബത്തിൻ പുഞ്ചിരി കൊണ്ടെൻ നെഞ്ചകം തന്നിൽ വന്നണഞ്ഞുള്ള മധുവൂറും തേൻകനിയായൊരു മങ്കയായി മാറുവാൻ വന്നണയുമ്പോൾ, മൊഹബത്തിൻ പുഞ്ചിരി കൊണ്ടെൻ നെഞ്ചകം തന്നിൽ വന്നണഞ്ഞുള്ള മധുവൂറും തേൻകനിയായൊരു മങ്കയായി മാറുവാൻ വന്നണയുമ്പോൾ, പൂമോളെ ഇനിയെന്നും കൽബിനൊളിവല്ലേ, മറിമാൻ മിഴിക്കണ്ണല്ലേ, മയിലാടും ശേലല്ലേ. മധുറും മാൻമിഴിയാളെ, മൈക്കണ്ണിലെ നോട്ടം കൊണ്ടൻ മനസ്സിൻ്റെ ഉള്ളിൽ നൊമ്പരമായില്ലേ. അറിയാതെ പിരിഞ്ഞൊരു നേരം അകതാരിൽ നിൻമുഖം മാത്രം, അലിവോടെ എന്നും റബ്ബിൽ സ്തുതിച്ചിരുന്നേ. ഇനിയുള്ള കാലം നമ്മൾ വേർപിരിയാത്തൊരു ജീവിതമോടെ, ഇനിയെന്നും ഒന്നായി മാറാൻ എന്നിലണഞ്ഞൊരു സുന്ദര രാത്രി.
ഇനിയുള്ള കാലം നമ്മൾ വേർപിരിയാത്തൊരു ജീവിതമോടെ ഇനിയെന്നും ഒന്നായി മാറാൻ എന്നിലണഞ്ഞൊരു സുന്ദര രാത്രി. പൂമോളെ ഇനിയെന്നും കൽബിന്നൊളിവല്ലേ, മറിമാന്നിഴി കണ്ണല്ലേ, മയിലാടും ചേലല്ലേ. പെരുന്നാളിൻ പൊൻപുലരി, നിറമേറും പൊൻപുലരി, പുതുപുഞ്ചിരി തൂകും അഴകായി കൽബിൽ വന്നവളെ, എൻ കൽബിൽ വന്നവളെ, എൻ കൽബിൽ വന്നവളെ. നിന്റെ ഇതൊക്കെ ഇപ്പൊ കാണിച്ചു തരാടാ. ഇവന്റെ ഒരു കിടുങ്ങാമണി ശരിയാക്കി തരാടാ ഞാൻ. പൂമോളെ ഇനിയെന്നും കൽബിന്നൊളിവല്ലേ, മറിമാന്നിഴി കണ്ണല്ലേ, മയിലാടും ചേലല്ലേ. പെരുന്നാളിൻ പൊൻപുലരി, നിറമേറും പൊൻപുലരി, പുതുപുഞ്ചിരി തൂകും അഴകായി കൽബിൽ വന്നവളെ, എൻ കൽബിൽ വന്നവളെ, എൻ കൽബിൽ വന്നവളെ. നിന്റെ മുഞ്ചിൽ തിങ്ങും പുഞ്ചിരിക്കും മുഖമൊന്ന് കാണാൻ, നിന്റെ മുഞ്ചിൽ തിങ്ങും പുഞ്ചിരിക്കും മുഖമൊന്ന് കാണാൻ, മിന്നി മിന്നി കണ്ണു ചിമ്മും പൂമുഖം കാണാൻ. പൂമോളെ നീ എൻ്റെ കൽബിന്നൊളിവല്ലേ, മറിമാൻമിഴി കണ്ണല്ലേ, മയിലാടും ചേലല്ലേ.